വെൽക്കം ടു മൈ ചാനൽ അറ്റ് യുവർ ക്ലാസ് റൂം. അപ്പോൾ എൻ്റെ ചാനലിൻ്റെ പേര് അറ്റ് യുവർ ക്ലാസ് റൂം എന്നാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിരിക്കുന്നത്. ആ ലിങ്കിൽ നിങ്ങൾക്ക് കയറിയാൽ എൻ്റെ ചാനലിലേക്ക് നിങ്ങൾ ഡയറക്റ്റായിട്ട് എത്തിച്ചേരും. ഓക്കെ. അപ്പോൾ സ്റ്റുഡൻസ്, സ്റ്റാൻഡേർഡ് 4 എൻവയൺമെൻറ്റൽ സയൻസ് പാർട്ട് 1ൻ്റെ ഫസ്റ്റ് ലെസനായ ഫീൽഡ്സ് ആൻഡ് ഫോറസ്റ്റിൻ്റെ മലയാളം എക്സ്പ്ലനേഷൻ വീഡിയോയിലേക്കാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ലെസണിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് ലെസൺ വായിക്കാം. ഫീൽഡ്സ് ആൻഡ് ഫോറസ്റ്റ്. Why don't you come down and play with me? asked the fish, looking up at the squirrel on the tree. അപ്പോൾ മരത്തിൻ്റെ മുകളിൽ ഇരിക്കുന്ന അണ്ണാനെ നോക്കി ഈ താഴെ പോണ്ടിലുള്ള ഫിഷ് ചോദിക്കുകയാണ്, വൈ ഡോണ്ട് യു കം ഡൗൺ ആൻഡ് പ്ലേ വിത്ത് മീ? എന്തുകൊണ്ട് നിനക്ക് ഇറങ്ങി വന്ന് എൻ്റെ കൂടെ കളിച്ചുകൂടാ? ഓൺ ഹിയറിംഗ് ദിസ് the frog laughed and teased. Haha, imagine the squirrel's condition if he gets into the water. അപ്പം താഴെ ഒരു ഫ്രോഗ് ഇരിക്കുന്നുണ്ട് അവിടെ. ആ ഫ്രോഗ് ഇത് കേട്ടിട്ട് അട്ടഹസിച്ചിരിക്കുക, എന്താണ് ഞാൻ കേൾക്കുന്നത് എന്നുള്ള രീതിയിൽ. എന്നിട്ട് ചിരിച്ച് പരിഹസിച്ചു. ലാഫ്ഡ് ആൻഡ് ടീസ്ഡ്. ടീസ്ഡ് എന്ന് പറഞ്ഞാൽ പരിഹസിക്കുക. എന്താ പറഞ്ഞത്? ഇമാജിൻ ദ സ്ക്വിറൽസ് കണ്ടീഷൻ ഇഫ് ഹി ഗെറ്റ്സ് ഇൻ ടു ദ വാട്ടർ. ഈ അണ്ണാൻ താഴേക്ക് വെള്ളത്തിലേക്ക് വന്നിട്ട് ഉള്ള ഒരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്കുക. അണ്ണൻ വെള്ളത്തിൽ ഇറങ്ങിയാൽ ആ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് പരിഹസിച്ചു. അപ്പം ഈ സ്ക്വിറല് വിട്ടുകൊടുത്തില്ല. സ്ക്വിറൽ എന്ന് പറഞ്ഞു, ദി സ്ക്വിറൽ വാസ് നോട്ട് റെഡി ടു ഗിവ് ഇൻ, ഹി ഹിറ്റ് ബാക്ക്. അങ്ങനെ സ്ക്വിറൽ വിട്ടുകൊടുത്തില്ല. അവൻ തിരിച്ചു മറുപടി പറഞ്ഞു, ക്യാൻ യു ക്ലൈംബ് എ ട്രീ ആൻഡ് ജംപ് അലോങ് ഇറ്റ്സ് ബ്രാഞ്ചസ് ലൈക്ക് ഐ ഡു? ഞാൻ ചെയ്യുന്നത് പോലെ ക്ലൈംബ് എ ട്രീ, ഒരു മരത്തുമ്മ കയറാൻ പറ്റുമോ? ജംപ് അലോങ് ഇറ്റ്സ് ബ്രാഞ്ചസ്, അതിൻ്റെ കൊമ്പിലൂടെ തുള്ളി തുള്ളി അങ്ങനെ നടക്കാൻ പറ്റുമോ? അപ്പം ഫ്രോഗ് എന്ത് പറഞ്ഞു? ദ ഫ്രോഗ് സെഡ്, ഹൂ ക്യാൻ ഡൈവ് ആൻഡ് ടേൺ ഇൻ വാട്ടർ ലൈക്ക് ദ ഫിഷ്? അപ്പോൾ ആർക്കാണ് മീൻ ചെയ്യുന്നത് പോലെ വെള്ളത്തിൽ നിന്ന് ചാടാനും മറിയാനും ഒക്കെ പറ്റുക? അതൊരു ചോദ്യം അവിടെ ചോദിച്ചു തവള. പിന്നെ നമ്മളോടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്, ക്യാൻ എ ഫിഷ് ലിവ് ഓർ മൂവ് ഓൺ ലാൻഡ്? ഒരു മീനിന് കരയിൽ ജീവിക്കാനോ നീങ്ങാനോ സാധിക്കുമോ എന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. പിന്നത്തെ ഒരു ചോദ്യം എന്താ? ഹാവ് യു ഒബ്സർവ്ഡ് എ ഫിഷ്? നിങ്ങളൊരു മീനിനെ ശരിക്കും ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ടോ? ഡ്രോ ദ പിക്ചർ ഓഫ് എ ഫിഷ്. ഒരു മീനിൻ്റെ ചിത്രം വരയ്ക്കാൻ പറയുന്നുണ്ട്. വാട്ട് ആർ ഇറ്റ്സ് സ്പെഷ്യൽ ഫീച്ചേഴ്സ്? അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നുള്ളത്. അതൊക്കെ ചോദ്യങ്ങളായിട്ട് അവിടെ കിടക്കുന്നുണ്ട്. നമുക്ക് നോക്കാം. എക്സാമിൻ ദ പിക്ചേഴ്സ് ഗിവൻ ബിലോ കെയർഫുള്ളി. അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്ന പിക്ചറൊക്കെ ഒന്ന് സൂക്ഷ്മതയോടെ നോക്കാൻ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് നോട്ടീസ് ദ ഷേപ്പ്. കണ്ടോ, അവിടെ പ്രത്യേകം നോട്ടീസ് ദ ഷേപ്പ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ. ഡു ദേ ഹാവ് എ ഷേപ്പ് ദാറ്റ് ഹെൽപ്സ് ദം ടു മൂവ് സ്വിഫ്റ്റ്ലി ഇൻ വാട്ടർ? അപ്പം അവർക്ക് വെള്ളത്തിലൂടെ വളരെ വേഗത്തിൽ, സ്വിഫ്റ്റ്ലി എന്ന് പറഞ്ഞാൽ വേഗത്തിൽ നീങ്ങാനുള്ളൊരു ഷേപ്പ് അവിടേക്ക് കൊടുത്തിട്ടുണ്ടോ? അവർക്കുണ്ടോ? ഡു ദേ ഹാവ്? ദ ബോട്ട് ലൈക്ക് ഷേപ്പ് വിത്ത് ബോത്ത് എൻഡ്സ് പോയിന്റഡ് എനേബിൾസ് ദ ഫിഷ് ടു മൂവ് ത്രൂ ദ വാട്ടർ. അപ്പം ബോട്ടിൻ്റെ ഷേപ്പ് പോലെ, ദ ബോട്ട് ലൈക്ക് ഷേപ്പ്, രണ്ടറ്റവും കൂർത്തിട്ട് പോയിന്റഡ്, എനേബിൾസ് സഹായിക്കും എന്തിനെ? മീനിനെ വെള്ളത്തോട് നീങ്ങാനായിട്ട്. ഓക്കെ. അപ്പം മീനിനെ വെള്ളത്തിലൂടെ നീങ്ങാനായിട്ട് ആ ബോട്ട് ലൈക്ക്, ബോട്ട് പോലെയുള്ള ഷേപ്പ് സഹായിക്കും. ദ ഫിൻസ് ഓൾസോ ഹെൽപ്പ് ദ ഫിഷ് ടു സ്വിം ഇൻ വാട്ടർ. അതിന് നൽകിയിരിക്കുന്ന ചിറകുകൾ ഒക്കെ വെള്ളത്തിലൂടെ നീന്താൻ അതിനെ സഹായിക്കും. ഓക്കെ. പിന്നെ ഇവിടെ എന്താ പറയുന്നത്? അവിടെ പ്രത്യേകമായിട്ടൊന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്. An organism has certain peculiarities that help it to live in its dwelling place. This is called adaptation. അപ്പം അഡാപ്റ്റേഷൻ എന്നാൽ എന്താണെന്ന് അവിടെ കൊടുത്തത്. An organism, അതായത് ഒരു ജീവജാലം, has certain peculiarities, അതിന് ചില പ്രത്യേകതകളുണ്ട്. that help it to live in its dwelling place. അപ്പോൾ അതിൻ്റെ dwelling place, അത് താമസിക്കുന്നതായ ആ സ്ഥലത്ത് അതിന് താമസിക്കുവാൻ വേണ്ടിയിട്ടുള്ള പ്രത്യേകതകൾ എന്തൊക്കെയാണോ അതിനെയാണ് അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ അവിടെ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, വാട്ട് ആർ ദ അതർ അഡാപ്റ്റേഷൻസ് ഓഫ് എ ഫിഷ്? ഡിസ്കസ്. അതർ അഡാപ്റ്റേഷൻസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഫിഷസ് ഹാവ് സ്ട്രീംലൈൻ ബോഡീസ് ദാറ്റ് റെഡ്യൂസസ് വാട്ടർ റെസിസ്റ്റൻസ് വെൻ ദേ സ്വിം. ഇവിടെ എന്താ പറയുന്നത്? മീനുകൾക്ക് സ്ട്രീംലൈൻ ബോഡീസ്, അതായത് മീനിൻ്റെ ഒരു ബോഡി ഷേപ്പൊക്കെ നിങ്ങൾ ഏകദേശം കണ്ടു കാണും. ആ ഷേപ്പിനാണ് സ്ട്രീംലൈൻഡ് എന്ന് പറയുന്നത്. അങ്ങനത്തെ ഒരു ഷേപ്പ് ഉള്ളതുകൊണ്ട് ഈ വെള്ളത്തിൽ കൂടെ വളരെ ഈസി ആയിട്ട് അങ്ങനെ വലിയ തടസ്സങ്ങളില്ലാതെ നീന്തി പോകാൻ പറ്റും. ദേ ഓൾസോ ഹാവ് സ്കെയിൽസ് ആൻഡ് മ്യൂക്കസ് ടു മേക്ക് ദം വാട്ടർ പ്രൂഫ്. അതായത് മീനിൻ്റെ മേലുള്ള ചെതുമ്പൽ
പിന്നെ ഒരു വഴുവഴുപ്പുള്ളൊരു സംഗതിയുണ്ട് മീനിൻ്റെ മേലെ. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ വെള്ളത്തിൽ അതിന് വളരെ പ്രൊട്ടക്ഷൻ കിട്ടും. അത് ഫിസിക്കൽ അഡാപ്റ്റേഷൻ. മറ്റുള്ളത് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഗിൽസിനെ കൊണ്ട് പറയുന്നുണ്ട് ആദ്യം. ഗിൽസ് എന്താ ചെയ്യുക? അലൗ ഫിഷ് ടു ബ്രീത്ത് അണ്ടർ വാട്ടർ ആൻഡ് അബ്സോർബിങ് ഓക്സിജൻ ഫ്രം ദി വാട്ടർ. അപ്പോൾ ഈ ഗിൽസ് അതിവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്, ഈ ചിത്രത്തിൽ കാണാം. ഈ ഗിൽസ് ഈ സൈഡിലുണ്ട്. അപ്പോൾ ഇതിലേക്കൂടെ എന്താ സംഭവിക്കുക വെച്ചാൽ വായ കൂടെ വെള്ളം എടുത്തിട്ട് ആ വെള്ളം ഗിൽസിലൂടെ കടന്നു പോകുമ്പോൾ വെള്ളത്തിലുള്ള ഓക്സിജൻ അത് വലിച്ചെടുക്കും. പിന്നെന്താ പറയുന്നത്? സ്വിം ബ്ലാഡേഴ്സ് ഹെൽപ്പ് ഫിഷ് മെയിൻറ്റെയിൻ ബോയൻസി. സ്വിം ബ്ലാഡേഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ചിത്രത്തിലുണ്ട്, ഈ ചിത്രത്തിൽ വെള്ള നിറത്തിലുണ്ട്. അതൊരു എയർ സാക്കാണ്, അതിൽ മുഴുവൻ എയറാണ്. അപ്പോൾ അതുള്ളത് കൊണ്ട് ഈ മീനിനെ ബാലൻസ് ചെയ്ത് ഇങ്ങനെ നിൽക്കാനും ഫ്ലോട്ട് ചെയ്ത് നിൽക്കാനും ഒക്കെയുള്ള ഒരു കഴിവ് കൊടുക്കും. അതിനാണ് ബോയൻസി എന്ന് പറയുന്നത്. ഒഴുകി നിൽക്കുക, വെള്ളത്തിൽ ഇങ്ങനെ ഒഴുകി നിൽക്കുക. പിന്നെ ഫിൻസിനെ പറ്റി പറയുന്നുണ്ട്. ചിറകുകൾ സൈഡിലും താഴെയും മുകളിലും വാലും ഒക്കെ ഉള്ള ഇത് എന്തിനാണ്? ഹെൽപ്പ് ഫിഷ് മൂവ് ത്രൂ വാട്ടർ. അത് വെള്ളത്തിൽ കൂടെ നീങ്ങാൻ സഹായിക്കുന്നത്. ഓരോ ഫിൻസും ഓരോ സഹായം, തുഴയാനും പ്രൊപ്പൽഷൻ എന്ന് പറഞ്ഞാൽ ഓരോ ഭാഗത്തേക്ക് തിരിഞ്ഞ് പോകാൻ. പ്രൊപ്പൽഷൻ ആൻഡ് അതേഴ്സ് ബൈ സ്റ്റിയറിംഗ്. കണ്ടോ, സ്റ്റിയറിംഗ് എന്ന് പറഞ്ഞാൽ തിരിയുക. അതിന് ഒക്കെ സഹായിക്കുന്നതാണ് ഈ ഫിൻസ്. പിന്നെ ഉള്ളത് മൗത്തിനെ പറ്റി എന്താ പറയുന്നത്? ഫിഷസ് വിത്ത് ലാർജ് ജോസ് ക്യാൻ എൻഗൾഫ് പ്രേ എന്ന് പറയുന്നത്. വലിയ വായുള്ള മീനൊക്കെ അതിൻ്റെ പ്രേ എന്ന് പറഞ്ഞാൽ എരേനെ എൻഗൾഫ് ചെയ്യും, അത് വിഴുങ്ങുക ചെയ്യുക, കടിച്ച് ഒരൊറ്റ വിഴുങ്ങലാണ്. വൈൽ ഫിഷസ് വിത്ത് പ്രൊട്രൂഡിങ് ജോസ് ക്യാൻ സക്ക് ഇറ്റ് ഇൻ. പ്രൊട്രൂഡിങ് ജോസ് എന്ന് പറഞ്ഞാൽ കുറച്ച് നീളമുള്ള ജോക്കുള്ള കുഞ്ഞു മീൻ, അങ്ങനത്തെ മീനൊക്കെ എന്ത് ചെയ്യും? ഇത് സക്ക് ചെയ്ത് എടുക്കും. അപ്പോൾ ഇങ്ങനത്തെ ചില അഡാപ്റ്റേഷൻസ് ഒക്കെയാണ് ഈ മീനിന് ഉള്ളത്. ഓക്കെ, നമ്മളത് ഇവിടെ കണ്ടു. ഇത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ പേജിൽ എന്താ പറയുന്നത്? പേപ്പർ ഫിഷ്. അത് പേപ്പർ കൊണ്ട് ചില പ്രത്യേക രീതിയിലുള്ള ഫോൾഡിംഗ് ഒക്കെ കാണിച്ചിട്ട് ഒരു മീനിനെ ഉണ്ടാക്കാൻ കാണിക്കുന്നത്. ഇത് നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ. അതുകൊണ്ട് ഇത് ഞാൻ അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, മുന്നോട്ട് പോവുകയാണ്. ഹാബിറ്റാറ്റ് എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് നോക്കാം. ഒബ്സർവ് എ പോണ്ട് ആൻഡ് എ പാഡി ഫീൽഡ് ഇൻ യുവർ ലൊക്കാലിറ്റി വിത്ത് ദ ഹെൽപ്പ് ഓഫ് എൽഡേഴ്സ്. മുതിർന്നവരുടെ സഹായത്തോടു കൂടെ ഒരു കുളവും പിന്നെ ഒരു പാഡി ഫീൽഡ്, ഒരു വയൽ ഉദ്ദേശിക്കുന്നത്, വയലും പോയി നിരീക്ഷിക്കാം. എന്നിട്ട് അവിടെ എന്താ പറയുന്നത്? വാട്ട് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ഡിഡ് യു നോട്ടീസ് ദെയർ, ലിസ്റ്റ് ഡൗൺ ദെയർ നെയിംസ്. അപ്പോൾ ഇവിടെ ഒരു പോണ്ടിൻ്റെ ഹാബിറ്റാറ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചെറിയൊരു പിക്ചർ കാണിക്കാം. കണ്ടോ, പോണ്ട് എക്കോസിസ്റ്റം എന്നാണ് പറയുന്നത്. ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമുക്ക് വെള്ളത്തിൽ ജീവിക്കുന്ന പലവിധ ജീവികളെ കാണാം. ചെറിയ ജീവികൾ, മീനുകളുണ്ട്, തവളയുണ്ട്, തവളനെ പിടിക്കുന്ന വാട്ടർ സ്നേക്ക് ഉണ്ട്, പിന്നെ വലിയ മീനുണ്ട്, വലിയ മീനിനെ പിടിച്ച് ചെറിയ മീനിനെ തിന്നുന്നത്, ടേർട്ടിലുണ്ട്, ടോട്ടോയ്സ് ഉണ്ട്, പിന്നെ ചെറിയ ചെറിയ സ്നെയിൽസ് ഉണ്ട്, വേറെ ചെറിയ മീനുകളുണ്ട്. അങ്ങനെ പിന്നെ വളരെ ചെറിയ കൊതു ഉണ്ടാവും, ഡ്രാഗൺ ഫ്ലൈ ഉണ്ടാവും. അങ്ങനെ കുറേ കാര്യങ്ങൾ അല്ലാതെ ഇവിടെ കാണിക്കാത്തതും ഉണ്ട്. അപ്പം നിങ്ങൾക്കറിയാം ഒരു കുളത്തിൻ്റെ സൈഡിലൊക്കെ എന്തൊക്കെ ഉണ്ടാവാൻ. പിന്നെ ഈ മീനിനൊക്കെ പിടിക്കാൻ മീൻ കൊത്തിപ്പൊന്മ വരും, കൊക്ക് വരും, ക്രെയിൻ കൊക്ക് വരും, ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു പോണ്ടിൻ്റെ സൈഡിലും ഒക്കെ ആയിട്ട് ഉണ്ടാവുന്ന ഒരു കാര്യങ്ങളാണ്. അപ്പോൾ ഇത് നോക്കിയിട്ടാണ് നിങ്ങളോട് ഒരു ലിസ്റ്റ് ഉണ്ടാക്കാൻ പറഞ്ഞത്. അപ്പോൾ ഇതുപോലെ തന്നെയാണ് നമ്മളെ പാഡി ഫീൽഡിന് വയലാകുമ്പോൾ വയലിൽ ഇതേപോലെ മീനുണ്ടാകും, പിന്നെ വയലിലെ ചെടികളെ മേലെ പ്രാണികളുണ്ടാവും. അപ്പോൾ അതിനെ പിടിക്കാൻ ചെറിയ പക്ഷികൾ വരും, മീനിനെ പിടിക്കാൻ കൊക്ക് വരും, മീൻ കൊത്തിപ്പൊന്മ വരും, കാക്ക വരും, അങ്ങനെ ഉള്ളതായിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ വയലിലെ നെല്ല് തിന്നാൻ പക്ഷികൾ വേറെ വരും, ആ നെല്ലിൻ്റെ മേലെ കയറി പ്രാണികളുണ്ടാവും. അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് വയലിൽ പോയാലും കാണാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ഹാബിറ്റാറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ലിസ്റ്റ് നിങ്ങൾ ചെയ്യുക. ഇവിടെ എന്താ പറയുന്നത്? കംപ്ലീറ്റ് ദ ടേബിൾ ബിലോ വിത്ത് ഓർഗാനിസംസ് ദാറ്റ് ലീവ് ഓൺ ലാൻഡ് ആൻഡ് ഇൻ വാട്ടർ. അപ്പം കരയിലും വെള്ളത്തിലും ജീവിക്കുന്ന ഓർഗാനിസത്തിനെ പറ്റിയിട്ട് പറയാം. അപ്പോൾ ലിവിങ് ഓൺ ലാൻഡിൽ ബാനിയൻ ട്രീ, മംഗൂസ് എന്ന 2 കാര്യം കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ കൂടെ കാറ്റ്, ഡോഗ്, ടൈഗർ, ലയൺ, കൗ, ബഫലോ എക്സെട്ര അങ്ങനെയെല്ലാം നമുക്ക് ആഡ് ചെയ്യാം. പിന്നെ ലിവിങ് ഇൻ വാട്ടർ ലില്ലി, ഫ്രോഗ്. അതിൻ്റെ കൂടെ നമുക്ക് ലോട്ടസ്, ഫിഷസ്, ക്രാബ്സ്, ക്രോക്കഡൈൽസ്, വാട്ടർ സ്നേക്സ്, സ്നെയിൽ എല്ലാം ആഡ് ചെയ്യാം. ഓക്കെ, പിന്നെ ദ വാട്ടർ ലില്ലി ആൻഡ് ലോട്ടസ് ലിവ് ഇൻ വാട്ടർ. വാട്ട് അഡാപ്റ്റേഷൻസ് ഹെൽപ്പ് ദം ടു സർവൈവ് ഇൻ വാട്ടർ? ഡിസ്കസ് ആൻഡ് റൈറ്റ് ഇൻ യുവർ എൻവയൺമെൻറ്റ് ഡയറി. വാട്ടർ ലില്ലിയും ലോട്ടസും ഒക്കെ വെള്ളത്തിലാണ് ജീവിക്കുന്നത്. അപ്പോൾ അതിന് ജീവിക്കാനുള്ള അഡാപ്റ്റേഷനെ പറ്റിയിട്ട് നമ്മൾ ഒന്ന് എഴുതണം.
അതിൽ ഫസ്റ്റ് പോയിന്റ് കൊടുത്തിട്ടുണ്ട്, ദേ ഡോണ്ട് ഡീക്കേ ഇൻ വാട്ടർ, അവർ വെള്ളത്തിൽ നശിച്ചു പോകത്തില്ല എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിനെ വേറൊരു കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഫ്ലാറ്റ് ലീവ്സ് ആൻഡ് എയർ സാക്സ് ഹെൽപ്പ് ഇറ്റ് ഫ്ലോട്ട്. അപ്പോൾ ഫ്ലാറ്റ് ലീഫ് പിന്നെ അതിൽ കുറച്ച് എയർ സാക്സ് ഉണ്ടാവും, എയർ സ്പേസ് ഉണ്ടാവും. അപ്പോൾ അതിനെ ഫ്ലോട്ട് ചെയ്യാൻ അത് സഹായിക്കും. പിന്നെ വളരെ ഈ വൈഡ് ലീഫാണ്, ഫ്ലാറ്റ് ആൻഡ് വൈഡ് ലീഫാണ്. അതുകൊണ്ട് എന്താ സംഭവിക്കും, നല്ല സൺലൈറ്റ് കിട്ടും. സോ വിച്ച് ഹെൽപ്സ് ദം ഫോട്ടോസിന്തസിസ്, നല്ല ഫോട്ടോസിന്തസിസ് നടക്കാൻ നല്ല സൺലൈറ്റ് വലിച്ചെടുക്കാൻ പറ്റുന്ന പരന്ന ലീവ്സാണ്. പിന്നെ എന്താ റൂട്ടിനെ കൊണ്ട് എന്താ പറയുന്നത്, ആ സ്പെഷ്യലൈസ് ടു ടേക്ക് ഇൻ ഓക്സിജൻ ഫ്രം വാട്ടർ, അതിൻ്റെ റൂട്ട്സ് ഓക്സിജൻ വെള്ളത്തിൽ നിന്ന് വലിച്ചെടുക്കും. പിന്നെ പറയുന്നത് തിൻ ആൻഡ് ഫ്ലെക്സിബിൾ സ്റ്റെം ഉണ്ട്, വളരെ ഫ്ലെക്സിബിൾ ആണ്, വളരെ തിന്നാണ്. അപ്പോൾ അതെന്ത് പറ്റും, വെള്ളത്തിൻ്റെ ഒഴുക്കിനനുസരിച്ച് ഇങ്ങനെ അത് ബെൻഡ് ചെയ്ത് കൊടുക്കും, അപ്പോൾ അത് പൊട്ടിപ്പോവില്ല. അപ്പം ഇങ്ങനത്തെ ചില അഡാപ്റ്റേഷൻസ് ആണ് ഈ ലോട്ടസിനും ലില്ലിക്കൊക്കെ ഉള്ളത്. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഡയറിയിൽ എഴുതാം. ഇവിടെ ഓൺ ലാൻഡ് ആൻഡ് ഇൻ വാട്ടർ എന്ന് പറയുന്ന ഹെഡിങ്ങിൽ എന്താ പറയുന്നത് നോക്കാം. വാട്ട് ആർ ദ അഡാപ്റ്റേഷൻസ് ദാറ്റ് ഹെൽപ്പ് എ ടോർട്ടോയ്സ് ടു മൂവ് ഓൺ ലാൻഡ് ആൻഡ് ഇൻ വാട്ടർ. ടോർട്ടോയ്സിന് കരയിലും വെള്ളത്തിലും നീങ്ങാനും ജീവിക്കാനൊക്കെയുള്ള എന്തൊക്കെ അഡാപ്റ്റേഷൻസ് ആണ് ഉള്ളതെന്നാണ്. ഇവിടെ 2 പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട് അവർ. സ്ലൈമി ബോഡി ഓർ ലൈക്ക് ലെഗ്സ്. സ്ലൈമി ബോഡി എന്ന് പറഞ്ഞാൽ ഒരു ജാതി വഴുവഴുപ്പ് ശരീരത്തിൻ്റെ മേലെ ഉണ്ടാവും. പിന്നെ ഓർ ലൈക്ക് ലെഗ്സ്, ഓർ എന്ന് പറഞ്ഞാൽ തുഴയുന്ന സഹായിക്കാൻ ഉള്ള ലെഗ്സ് ഉണ്ട്. അപ്പോൾ ഇത് കൂടാതെ കുറച്ച് കാര്യങ്ങളുണ്ട് നമുക്ക്, അത് നമുക്ക് നോക്കാം. ഇപ്പോൾ ആദ്യം ഇവിടെ ടോർട്ടോയ്സിനെ കുറിച്ച് എന്താ പറയുന്നത് നോക്കാം. ദേ ഹാവ് ഓർ ലൈക്ക് ലെഗ്സ് ദാറ്റ് ഹെൽപ്പ് സ്വിം, അത് നമ്മൾ കണ്ടു. ദ ലെഗ്സ് ആർ ഡിസൈൻ ഫോർ വാക്കിംഗ് ഓൺ ലാൻഡ് പ്രൊവൈഡിങ് സ്റ്റെബിലിറ്റി ആൻഡ് സപ്പോർട്ട്. നല്ല ലാൻഡിൽ ശക്തിയായി നടക്കാൻ പറ്റുന്ന കാലും കൈകളാണ്. പിന്നെ ഹാവ് സ്ലിം ബോഡി ദാറ്റ് ഹെൽപ്പ് മൂവ് ഈസിലി, വേഗം നീങ്ങാൻ പറ്റുന്ന മറ്റ് സ്ലിം ആയിട്ടുള്ള ബോഡിയാണ്. പിന്നെ ഷെല്ലുണ്ട്, ഹാവ് ഷെൽ ഫോർ പ്രൊട്ടക്ഷൻ, മറ്റുള്ള ജീവൻ പ്രൊട്ടക്ഷന് ഷെല്ലുണ്ട്. പിന്നെ ഹാവ് എ സ്പെഷ്യൽ റെസ്പിറേറ്ററി സിസ്റ്റം അലൗവിങ് ദം ടു ഹോൾഡ് ദ ബെർത്ത് ഫോർ ലോങ് പീരീഡ് ഓഫ് ടൈം. അതിൻ്റെ റെസ്പിറേറ്ററി ശ്വാസത്തിൻ്റെ കാര്യം സിസ്റ്റമൊക്കെ ലങ്സൊക്കെ ഒരു പ്രത്യേക കാര്യമുള്ളത്. എങ്ങനെയാണെന്ന് വെച്ചാൽ കുറേ നേരം ശ്വാസം പിടിച്ചു നിൽക്കാൻ പറ്റും. അപ്പം അതിന് വെള്ളത്തിൻ്റെ അടിയിൽ കുറേ നേരം സമയം ചിലവാക്കാം, ഇര പിടിക്കാനും ഒക്കെ ആയിട്ട് കുറേ സമയം വെള്ളത്തിൻ്റെ അടിയിൽ അതിന് സമയം ചിലവാക്കാം. അപ്പം ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെയാണ് ടോർട്ടോയ്സിനുള്ളത്. ഇനി ഫ്രോഗിന് എന്താ ഉള്ളത് നോക്കാം. ഫ്രോഗിന് ഹാവ് ദ മോയിസ്റ്റ് സ്കിൻ ദാറ്റ് ഹെൽപ്പ് ദം അബ്സോർബ് ഓക്സിജൻ ഡിസോൾവ് ഇൻ വാട്ടർ. അപ്പോൾ വെള്ളത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള ഓക്സിജൻ അതിന് സ്കിന്നിലൂടെ വലിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ വെള്ളത്തിലാകുമ്പം അത് സ്കിന്നിലൂടെയാണ് ശ്വസിക്കുക ഫ്രോഗ്. പിന്നെ ഹാവ് ലങ്സ് ദാറ്റ് ഹെൽപ്പ് ദം ബ്രീത്ത് ഓൺ ലാൻഡ്, അപ്പോൾ കരയിൽ വരുമ്പോൾ ശ്വസിക്കാൻ ലങ്സും ഉണ്ട്. പിന്നെ ഫ്രോഗ്സ് ഹാവ് ലാർജ് വെബ്ഡ് ഫീറ്റ് ദാറ്റ് ഹെൽപ്പ് ദം സ്വിം ഫാസ്റ്റർ ആൻഡ് ലോങ്ങർ. അതിൻ്റെ കാലുകൾക്കൊക്കെ വെബ്ഡാണ്, ഇങ്ങനെ താറാവിൻ്റെ ഒക്കെ കാല് വരെ ഇങ്ങനെ 2 ഫിംഗേഴ്സ് തമ്മിൽ ജോയിൻറ്റഡ് ആണ്. അതൊരു ജാതി പാടമാറ്റ സ്കിൻ, അതാണ് വെബ്ഡ് ഫീറ്റ് ഉണ്ട്. വേഗം നീന്താൻ സഹായിക്കും. പിന്നെ അതിങ്ങനെ അതിൻ്റെ ബാക്കത്തെ കാലുകൊണ്ട് ഇങ്ങനെ കിക്കിംഗ് വാട്ടർ ചവിട്ടിയിട്ട് തെള്ളിയിട്ടാണ് അത് എന്നാണ് അവിടെ പറയുന്നത്. പിന്നെ ബൾജിങ് ഐസ് ഓൺ ടോപ്പ് ഓഫ് ദ ഹെഡ് that allow them to see in front of them. അതായത് നല്ല തലയിൽ നിന്ന് തന്നെ മേലോട്ട് ബൾജ് ചെയ്ത് നിൽക്കുന്ന കണ്ണുകളാണ്. അപ്പോൾ നല്ല കാഴ്ച കിട്ടും, സൈഡിലേക്കൊക്കെ നല്ല കാഴ്ച കിട്ടും. അറ്റ്ലീസ്റ്റ് കുറച്ച് പിൻഭാഗത്തേക്ക് വരെ അതിന് കാണാൻ പറ്റും. ദിസ് ഹെൽപ്പ് ദം കീപ് ദർ ബോഡി അണ്ടർ വാട്ടർ വൈൽ സ്റ്റേയിങ് ഹിഡൻ ആൻഡ് ലുക്കിംഗ് ഔട്ട് ഫോർ പ്രിഡേറ്റേഴ്സ് ഫോർ പ്രേ. അപ്പം ഇത് ഈ കണ്ണ് ഇങ്ങനെ തലയിൽ നിന്ന് ഇങ്ങനെ വളരെ ഉയർന്നു നിൽക്കുന്നതുകൊണ്ട് എന്താ ഗുണമെന്ന് വെച്ചാൽ അത് വെള്ളത്തിൽ അത് മുഴുവൻ മുങ്ങിയാലും ഈ കണ്ണ് മാത്രം പുറത്ത് വെച്ചിട്ട് അതിന് പല കാര്യങ്ങളും കാണാൻ പറ്റും. വേറെയുള്ള പ്രെഡേറ്റേഴ്സ് അതിനെ പിടിക്കാൻ വരുന്നുണ്ടോ എന്നൊക്കെ അതിനെ കണ്ട് പെട്ടെന്ന് ഒഴിഞ്ഞു മാറാനൊക്കെ സഹായിക്കും ആ കണ്ണുകൾ. പിന്നെ ഫ്രോഗ്സ് ഹാവ് ലോങ് ആൻഡ് സ്ട്രോങ് ഹൈൻഡ് ലിംബ്സ് ദാറ്റ് ഹെൽപ്പ് ദം ലീപ്പ് ആൻഡ് ക്യാച്ച് പ്രേ. അപ്പോൾ ഈ ശക്തിയുള്ള പിന്നിലെ കാലുകൾ കരയിലാവുമ്പോൾ നല്ല ദൂരേക്ക് ചാടിയിട്ട് ഇര പിടിക്കാനൊക്കെ സഹായിക്കുന്ന കാലുകളുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ടോർട്ടോയ്സിനും ഫ്രോഗിനും ഉള്ള ചില അഡാപ്റ്റേഷൻസ്, അതിന് കരയിലും വെള്ളത്തിലും ഒന്നിച്ച് ജീവിക്കാനുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഇവിടെ ഇത് നമുക്ക് മനസ്സിലായി. പേജ് നമ്പർ 11 എന്താ പറയുന്നത്? Which other creatures do you know have adaptations to live both on land and in water? List
ദ ക്രീച്ചേഴ്സ് ആൻഡ് ദർ അഡാപ്റ്റേഷൻസ്. അപ്പോൾ അവർ ലിസ്റ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. ഇവിടെ ഡക്കിന്നും ക്രോക്കഡൈലിനും 2 ക്രീച്ചേഴ്സിനെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അഡാപ്റ്റേഷൻസ് എഴുതിയിട്ടില്ല. പിന്നെ നമുക്ക് 1-2 കൂടെ ചേർത്ത് എഴുതാം. ഓക്കെ, ഫസ്റ്റ് എന്താ ഡക്കിനെ നോക്കാം. വെബ്ഡ് ഫീറ്റ്, ബോഡി ഫെദേഴ്സ് ഹാവ് ഓയിലി കോട്ടിംഗ്, ഫ്ലാറ്റ് ബീക്ക് സൂട്ടബിൾ ടു ക്യാച്ച് പ്രേ ഈസിലി ഫ്രം വാട്ടർ. അപ്പോൾ ഡക്കിനെ കുറിച്ച് എന്താ പറയുന്നത്? വെബ്ഡ് ഫീറ്റ്. പിന്നെ ബോഡി ഫെദേഴ്സ് ഹാവ് ഓയിലി കോട്ടിംഗ്, ബോഡിയിലെ കുറച്ച് ഓയിലി കോട്ടിംഗ് ഉണ്ടാവും ഫെദേഴ്സിൽ, അപ്പോൾ വെള്ളം ഒന്നും തങ്ങി നിൽക്കില്ല, തെറിച്ചു പോകും. ഫ്ലാറ്റ് ബീക്സ്, പരന്ന ബീക്കാണ്, അതുകൊണ്ട് വളരെ ഈസി ആയിട്ട് വെള്ളത്തിൽ നിന്ന് ഇങ്ങനെ ചെറിയ ചെറിയ പ്രാണികളെയൊക്കെ പിടിച്ച് തിന്നാൻ പറ്റും. ക്രോക്കഡൈലിനെ പറ്റി പറയുന്നത് എന്താ? ബോഡി ആൻഡ് ലെഗ് സൂട്ടബിൾ ഫോർ ലാൻഡ് ആൻഡ് വാട്ടർ. അതിൻ്റെ ബോഡിയും അതിൻ്റെ കാലൊക്കെ ലാൻഡിൽ തുഴഞ്ഞ് നീങ്ങാനും, പിന്നെ വെള്ളത്തിൽ തുഴഞ്ഞ് നീങ്ങാനും ലാൻഡിൽ നടന്ന് നീങ്ങാനും ഒക്കെയുള്ള കഴിവുള്ള ലെഗ്സ് ഒക്കെയാണ്. പിന്നെ ലോങ് ടെയിൽ ഹെൽപ്സ് ടു സ്വിം ഈസിലി. അതിന് നല്ല നീളമുള്ള വാലുണ്ട്, അത് വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് തന്നെ നീന്താനും പറ്റും. പിന്നെ ഇവിടെ പറയുന്നത് ക്രെയിനിനെ പറ്റിയ, ക്രെയിൻ കൊക്ക്, നല്ല നീളമുള്ള കാൽ, ലോങ് ലെഗ്സ്, ഹെൽപ്പ് ടു വാക്ക് ത്രൂ ഷാലോ വാട്ടേഴ്സ്, കുറച്ച് ആഴം കുറഞ്ഞ വെള്ളത്തിൽ കൂടെയൊക്കെ നല്ല ഈസി ആയിട്ട് നടക്കാൻ പറ്റും. ലോങ് നെക്ക് ആൻഡ് ബീക്സ്, നല്ല നീളമുള്ള കഴുത്ത്, പിന്നെ നീളമുള്ള കൊക്കുകളൊക്കെ ഉണ്ട്, അത് വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് അതിനെ പ്രേ പിടിക്കാൻ പറ്റും, അതിൻ്റെ ഭക്ഷണം എടുക്കാൻ പറ്റും. പിന്നെ പറഞ്ഞത് ഫ്രോഗിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വെബ്ഡ് ഫീറ്റ് ആണ്, ലോങ് ഫീറ്റ്, സ്വിമ്മിങ്ങിന് ഈസി ആയിരിക്കും, ഏബിൾ ടു ബ്രീത്ത് അണ്ടർ വാട്ടർ ത്രൂ സ്കിന്ന് ആൻഡ് ത്രൂ നോസ് വെൻ ഓൺ ലാൻഡ്. അതൊരു പ്രത്യേക കഴിവാണ് തവളൻ്റെ. വെള്ളത്തിലേക്ക് ഇറങ്ങുമ്പോൾ അത് നോസ്ട്രിൽസ് ഓട്ടോമാറ്റിക്കായിട്ട് അടയും, എന്നിട്ട് അത് സ്കിന്നിലൂടെയാണ് അത് ശ്വസിക്കുക. പിന്നെ ലാൻഡിൽ വരുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് മാറി നോസ്ട്രിൽസ് കൂടെ ശ്വാസം കഴിക്കാൻ തുടങ്ങും. അപ്പോൾ ഇതൊക്കെയാണ് ചില ക്രീച്ചേഴ്സിൻ്റെ അഡാപ്റ്റേഷൻസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇവിടെ പേജ് 11 വീണ്ടും ഒരു കാര്യം പറയുന്നുണ്ട്. ഹൂ ഈസ് സ്മാർട്ടർ? ആരാണ് സ്മാർട്ട്? അതായത് കുറച്ച് ബുദ്ധിയുള്ള ആൾ എന്നുള്ളൊരു, മിടുക്കൻ എന്നുള്ളൊരു അർത്ഥം. ഓക്കെ, അപ്പോൾ ആ പാരഗ്രാഫ് 2 കൊടുത്തിട്ടുണ്ട്, അത് 2 ഞാൻ വായിക്കാം. I am the one who provides shelter and home to most of the organisms, boasted the grand old banyan tree. Really? Why don't you look around carefully? Almost all organisms live in me. In fact, even you, Granny Banyan, dwell in me, claimed the soil. അപ്പോൾ ഇവിടെ 2 പാരഗ്രാഫിൽ ഒന്ന് ബാനിയൻ ട്രീ ഒരു കാര്യം പറയുന്നു, അതിന് റിപ്ലൈ ആയിട്ട് മണ്ണ് വേറൊരു കാര്യം പറയുന്നുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. ഇവിടെ ആദ്യം ബാനിയൻ ട്രീ എന്താ പറഞ്ഞാൽ അറിയോ? ഐ ആം ദ വൺ ഹൂ പ്രൊവൈഡ് ഷെൽട്ടർ ആൻഡ് ഹോം ടു മോസ്റ്റ് ഓഫ് ദ ഓർഗാനിസംസ്, ബോസ്റ്റഡ് ദ ഗ്രാൻഡ് ഓൾഡ് ബാനിയൻ ട്രീ. ഇവിടെ ബാനിയൻ ട്രീ എന്താ പറയുന്നത്? ഞാനാണ് ഒരുവിധ എല്ലാ ജീവജാലങ്ങൾക്കും ഷെൽട്ടറും വീടും, അതായത് പ്രൊട്ടക്ഷനും വീടും കൊടുക്കുന്നത് എന്ന് ഗ്രാൻഡ് ഓൾഡ് ബാനിയൻ ട്രീ പറഞ്ഞു. ശരിക്കും പറയല്ല, ബോസ്റ്റഡ് എന്നൊരു വാക്ക് അവിടെ ഉപയോഗിക്കുന്നത്, അതായത് പൊങ്ങച്ചം പറയാം, വലിയൊരു കാര്യം ചെയ്യുന്നത് പോലെയായിട്ട് പറയും. പക്ഷെ അതിന് മണ്ണ് എന്താ ഉത്തരം പറഞ്ഞറിയോ? റിയലി അങ്ങനെയാണോ? വൈ ഡോണ്ട് യു ലുക്ക് അറൗണ്ട് കെയർഫുള്ളി? നീ ഒന്ന് ചുറ്റും സൂക്ഷിച്ചു നോക്കൂ. ഓൾമോസ്റ്റ് ഓൾ ഓർഗാനിസംസ് ലിവ് ഇൻ മീ. ഒരുവിധ എല്ലാ ജീവജാലങ്ങളും എന്നിലാണ് താമസിക്കുന്നത്, എന്നിലാണ് ജീവിക്കുന്നത്. ഇൻഫാക്ട് ഈവൻ യു ഗ്രാനി ബാനിയൻ ഡ്വെൽ ഇൻ മീ. വാസ്തവം പറഞ്ഞാൽ നീ പോലും എന്നിലാണ് താമസിക്കുന്നത്, എന്നിലാണ് ജീവിക്കുന്നത്. ക്ലെയിംഡ് ദ സോയിൽ. അപ്പോൾ അങ്ങനെ മണ്ണ് ഉത്തരം തിരിച്ചു പറഞ്ഞു. നെയിം സം ഓർഗാനിസംസ് വിച്ച് ലിവ് ഇൻ ദ സോയിൽ. അവിടെ ഒരു ചോദ്യമാണ്. നെയിം സം ഓർഗാനിസംസ് വിച്ച് ലിവ് ഇൻ ദ സോയിൽ, അതായത് മണ്ണ് ബന്ധപ്പെട്ട് ജീവിക്കുന്ന ചില ജീവജാലങ്ങളുടെ പേര് പറയാൻ. പിന്നെ മെനി ഓർഗാനിസംസ് ലിവ് ഓൺ റോക്സ് ടു, അതായത് പാറപ്പുറത്തും ചില ജീവജാലങ്ങൾ ജീവിക്കുന്നുണ്ട്. റൈറ്റ് ദെയർ നെയിംസ് ഡൗൺ, അവരുടെയും പേരുകൾ എഴുതാൻ പറയുന്നത്. അതിൽ സ്നേക്ക് എന്നും ഗ്രാസ് എന്നും കൊടുത്തിട്ടുണ്ട്, നമുക്ക് 2-3 കൂടെ ചേർക്കാം. പിന്നെ അടുത്തത് എന്താ ചോദിക്കുന്നത്? മേക്ക് എ ലിസ്റ്റ് ഓഫ് ദ യൂസസ് ഓഫ് ദ ബാനിയൻ ട്രീ ടു ഓർഗാനിസം. ബാനിയൻ ട്രീ ഏതൊക്കെ രീതിയിലാണ് ജീവജാലങ്ങൾക്ക് ഉപകാരപ്പെടുക? അതിൽ ഫ്രഷ് എയർ എന്നൊരു പോയിന്റ് അവിടെ കൊടുത്തിട്ടുണ്ട്, ബാക്കി നമുക്ക് ചേർക്കാം. അപ്പോൾ നമുക്ക് വീണ്ടും ആദ്യത്തിലേക്ക് പോകാം. നെയിം സം ഓർഗാനിസംസ് വിച്ച് ലിവ് ഇൻ ദ സോയിൽ. മണ്ണിൽ ജീവിക്കുന്ന, നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ പറയാം, ഓർഗാനിസംസ് ദാറ്റ് ലിവ് ഇൻ ദ സോയിൽ റേഞ്ചസ് ഫ്രം ടൈനി മൈക്രോബ്സ് ലൈക്ക് ബാക്ടീരിയ, ഫംഗസ്, ദെൻ ഇൻസെക്ട്സ്, പിന്നെ വേംസ്, പിന്നെ ആനിമൽസ്, പിന്നെ ബേർഡ്സ്, പിന്നെ
ഫിഷസ്, പ്ലാന്റ്സ്, ട്രീസ്, ഹ്യൂമൻ ബീങ്സ് എക്സെട്ര. അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ മണ്ണുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ള ജീവജാലങ്ങളാണ്. അതിൽ കൂടുതലുണ്ട്. പിന്നെ അടുത്തത് നമുക്ക് എന്താണ്, മെനി ഓർഗാനിസംസ് ലിവ്സ് ഓൺ റോക്സ് ടു. അപ്പം പാറപ്പുറത്ത് ജീവിക്കുന്ന ഇതിനെ പറ്റിയിട്ട് ചോദിക്കുന്നുണ്ട്. അവിടെ അവർ സ്നേക്ക് പറഞ്ഞിട്ടുണ്ട്, ഗ്രാസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് പ്ലാന്റ്സ്, പിന്നെ സ്മോൾ വെറൈറ്റീസ് ഓഫ് പ്ലാന്റ്സ്, ഫംഗസ്, റാറ്റ്സ്, ഇൻസെക്ട്സ്, അങ്ങനെ എക്സെട്ര, അങ്ങനെ പലതിനെയും നമുക്ക് എഴുതാൻ വീണ്ടും. ഓക്കെ. പിന്നെ അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്, മേക്ക് എ ലിസ്റ്റ് ഓഫ് ദ യൂസസ് ഓഫ് ബാനിയൻ ട്രീ ടു ഓർഗാനിസംസ്. അപ്പം ബാനിയൻ ട്രീൻ്റെ ഉപകാരം, ഫ്രഷ് എയർ അവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് ഷെൽട്ടർ, ഹോം, ഷെയ്ഡ്, ഫുഡ്, ഈ കാര്യങ്ങളൊക്കെ ബാനിയൻ ട്രീയിൽ നിന്ന് ജീവജാലങ്ങൾക്ക് ലഭിക്കും. There are several organisms living in and around ponds, trees and fields. These organisms need air, water, soil and sunlight to live. ഇവിടെ എന്താ പറയുന്നത്, പലവിധ ഓർഗാനിസംസ് പോണ്ട്, അതായത് കുളത്തിന് ചുറ്റും, മരങ്ങളിൽ, വയലുകളിലൊക്കെ ജീവിക്കുന്നുണ്ട്. ഇതിനെല്ലാം എന്താവശ്യമാണ്? വായു ആവശ്യമാണ്, വെള്ളം ആവശ്യമാണ്, മണ്ണ് ആവശ്യമാണ്, സൂര്യപ്രകാശമൊക്കെ ആവശ്യമാണ് എന്തിന്? ജീവിക്കാൻ. പിന്നെ എന്താ പറയുന്നത്, പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ഹെൽപ്പ് ഈച്ച് അതർ ടു സർവൈവ്. അതായത് പ്ലാന്റ്സ്, ചെടികളും മൃഗങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഡിപ്പെൻഡഡ് ആണ്, സഹായിക്കും നിലനിൽക്കാൻ വേണ്ടിയിട്ട്. ലിവിങ് ആൻഡ് നോൺ ലിവിങ് തിങ്സ് ഡിപ്പെൻഡ് ഓൺ ഈച്ച് അതർ. അതേപോലെ തന്നെ ജീവനുള്ളതും ജീവനില്ലാത്ത സംഗതികളും അങ്ങോട്ടും ഇങ്ങോട്ടും ഡിപ്പെൻഡഡ് ആണ് ജീവിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു ചോദ്യം വരുന്നുണ്ട്, ക്യാൻ ഹ്യൂമൻ ബീങ് ലിവ് വിത്തൗട്ട് എയർ ആൻഡ് വാട്ടർ? അതിന് നമുക്ക് ആൻസർ വളരെ സിമ്പിളാണ്, നോ തന്നെയാണ്. പിന്നത്തെ ഒരു ചോദ്യം, ഹൗ ഡു ബയോട്ടിക് ആൻഡ് എബയോട്ടിക് ഫാക്ടേഴ്സ് ഡിപ്പെൻഡ് ഓൺ ഈച്ച് അതർ? ഡിസ്കസ് ചെയ്യാൻ പറയുന്നത്. അതിന് മുന്നേ നമുക്ക് ആ ഒരു കോളം അവിടെ കൊടുത്തിട്ടുണ്ട്. ഈ കോളത്തിലുള്ള കാര്യം നമുക്ക് എന്താണെന്ന് നോക്കാം. ലിവിങ് തിങ്സ് ആർ ബയോട്ടിക് ഫാക്ടേഴ്സ് ആൻഡ് നോൺ ലിവിങ് തിങ്സ് ആർ എബയോട്ടിക് ഫാക്ടേഴ്സ്. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ജീവനുള്ളതൊക്കെ ബയോട്ടിക്കും ജീവനില്ലാത്തതിനൊക്കെ എബയോട്ടിക് എന്നാണ് നമ്മൾ പറയുക. അപ്പോൾ ഈ പോയിന്റ് നമ്മൾ ഓർമ്മ വെക്കുക. എന്നിട്ട് നമുക്ക് ഇവിടെ നോക്കാം. ഇവിടെ ഹൗ ഡു ബയോട്ടിക് ആൻഡ് എബയോട്ടിക് ഫാക്ടർ ഡിപ്പെൻഡ് ഓൺ ഈച്ച് എന്ന ക്വസ്റ്റ്യന് ഞാൻ ചെറിയ പാരഗ്രാഫ് ചെയ്തിട്ടുണ്ട്. ബയോട്ടിക് ആൻഡ് എബയോട്ടിക് ഫാക്ടേഴ്സ് ഇന്ററാക്ട് വിത്ത് ഈച്ച് അതർ ഇൻ ആൻ എക്കോസിസ്റ്റം ടു ക്രിയേറ്റ് എ ബാലൻസ്. Biotic factors, which are living organisms like plants, animals and bacteria, depend on abiotic factors, which are non-living things like temperature, sunlight, soil and water for survival. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്, സർവൈവൽ, നിലനിൽക്കാൻ വേണ്ടിയിട്ട് എബയോട്ടിക് ഫാക്ടറും ബയോട്ടിക് ഫാക്ടറും അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ ഡിപ്പെൻഡഡ് ആണ്. ഓക്കെ, ഒരു ബാലൻസ്ഡ് ആണ് അവർ ഈ എക്കോസിസ്റ്റത്തിൽ. ഈ നമ്മളുടെ ഈ പ്രപഞ്ച സിസ്റ്റത്തിൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ബാലൻസ്ഡ് ആണ്. അതായത് ചെടിയും മൃഗങ്ങളും ബാക്ടീരിയ ഒക്കെ മണ്ണിനെയും സൂര്യപ്രകാശത്തിനെയും വെള്ളത്തിനെയും കാലാവസ്ഥ, ടെമ്പറേച്ചർ, ഇതിനൊക്കെ ഡിപ്പെൻഡഡ് ആണെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. കംപ്ലീറ്റ് ദ ടേബിൾ. ഈ ടേബിൾ എന്താ പറയുന്നത്, ബയോട്ടിക്, എബയോട്ടിക് ഫാക്ടേഴ്സ് ഒരു സ്ഥലത്ത് കൊടുത്തിട്ടുണ്ട്, ഇന്റർ ഡിപ്പെൻഡൻസ് അടുത്ത കോളത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെയാണ് ഇന്റർ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ളത്, അങ്ങോട്ട് ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം അവിടെ ഫിഷ് കൊടുത്തിട്ടുണ്ട്, പിന്നെ ലിവ് ഇൻ വാട്ടർ, ഫീഡ് ഓൺ സ്മോൾ ഓർഗാനിസംസ് ഇൻ വാട്ടർ. അപ്പോൾ ഫിഷ് ബയോട്ടിക് ആണ്, ലിവ് ഇൻ വാട്ടർ, വാട്ടർ എബയോട്ടിക് ആണ്. അപ്പോൾ ഒരു ബയോട്ടിക് കാര്യം എബയോട്ടിക്കിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അപ്പോൾ ഇന്റർ ഡിപ്പെൻഡൻസ്, അതാണ് ഇവിടെ നമ്മൾ നോക്കുന്നത്. പിന്നെ ഫീഡ് ഓൺ സ്മോൾ ഓർഗാനിസംസ് ഇൻ വാട്ടർ. അപ്പോൾ അത് ഓർഗാനിസംസ് ഒക്കെ ബയോട്ടിക് ആണ്, ഫിഷും ബയോട്ടിക് ആണ്. അപ്പോൾ ബയോട്ടിക്കിനെ തന്നെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അപ്പം ബയോട്ടിക് എബയോട്ടിക്കിനെ ഡിപ്പെൻഡ് ചെയ്യും, ബയോട്ടിക്കിനെ തന്നെ ഡിപ്പെൻഡ് ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും ഡിപ്പെൻഡഡ് ആണ്. അടുത്തത് വാട്ടർ എന്താ ചെയ്യുന്നത്, പ്രൊവൈഡ്സ് ഡ്വെല്ലിംഗ് പ്ലേസ് ഫോർ ഓർഗാനിസംസ്. അപ്പോൾ വെള്ളത്തിലാണ് ഈ ഓർഗാനിസംസ് ഒക്കെ ജീവിക്കുന്നത്. Banyan tree makes soil fertile, helps retain water in soil. അപ്പോൾ ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഒരു ചില പോയിന്റ്സ് ആണ് അവിടെ നമ്മൾ നോട്ട് ചെയ്യുന്നത്. അടുത്തത് ലോട്ടസ്. ലോട്ടസിനെ പറ്റിയിട്ട് ഞാൻ എഴുതിയിട്ടുണ്ട് ഇവിടെ. ലോട്ടസിന് എന്താ പറയുന്നത്, പ്രൊവൈഡ് ഷെൽട്ടർ ആൻഡ് നറിഷ്മെൻറ്റ് ടു എ വൈഡ് റേഞ്ച് ഓഫ് അക്വാട്ടിക് ലൈഫ്.
അപ്പം വെള്ളത്തിൽ ജീവിക്കുന്ന പല ഓർഗാനിസംസിൻ്റെ വേണ്ടിയിട്ടുള്ളത്, ജീവിതത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം ലോട്ടസ് പല കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യും. അതിൽ ഷെൽട്ടർ ഒന്നാണ്, നറിഷ്മെൻറ്റ്, അതിന് വേണ്ടുന്ന ഫുഡ് കാര്യങ്ങളൊക്കെ ലോട്ടസിൻ്റെ ചെടിയിൽ നിന്ന് കിട്ടും. പിന്നെ അടുത്തത് റോക്ക്. റോക്സ് പ്രൊവൈഡ് മൈക്രോ ഹാബിറ്റാറ്റ്സ് ആൻഡ് ഷെൽട്ടർ ഫോർ വേരിയസ് ഓർഗാനിസംസ് ഇൻക്ലൂഡിങ് പ്ലാന്റ്സ്, ഇൻസെക്ട്സ് ആൻഡ് സ്മോൾ ആനിമൽസ്. ഇപ്പോൾ പാറക്കല്ലിൻ്റെ മേലെ ചെറിയ ചെറിയ ചെടികൾ വളരും, ചെറിയ ഇൻസെക്ട്സ് ജീവിക്കും, ചെറിയ പ്രാണികൾ ജീവിക്കും, പാറൻ്റെ ഇടുക്കിലൊക്കെ ചില പല്ലി, ഓന്ത് അങ്ങനത്തെ ഒക്കെ ജീവികൾ ജീവിക്കുന്നുണ്ട്. അപ്പോൾ അത് പാറ നോൺ ലിവിങ് തിങ് ആണ്, അത് എബയോട്ടിക് ആണ്. പക്ഷെ അതിൻ്റെ മേലെ ബയോട്ടിക് ആയിട്ടുള്ള പല കാര്യങ്ങളും അതിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നത്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഡിപ്പെൻഡൻസ് ആണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ എയർ എന്താ ചെയ്യുന്നത്? ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് ലൈഫ് ഗിവിങ് ഓക്സിജൻ. അപ്പോൾ എയർ ഓക്സിജൻ സപ്ലൈ ആണ്. അറ്റ്മോസ്ഫിയറിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് എടുത്തിട്ട് ഓക്സിജനാണ് അതിനെ പകരമായിട്ട് പുറത്തേക്ക് വിടുന്നത്. അപ്പം അത് ലൈഫിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഉപകാരപ്പെടുന്നു. പിന്നെ അടുത്തത് ഫ്രോഗ്സ് ഈറ്റ് മെനി ഇൻസെക്ട്സ് ആൻഡ് പെറ്റ്സ്. അപ്പോൾ കുറേ ഇൻസെക്ട്സിനെയും പെറ്റ്സിനെയും ഒക്കെ ഫ്രോഗ് തിന്നും. അപ്പോൾ അങ്ങനെ അതിനെക്കൊണ്ട് കുറേ ഗുണങ്ങളുണ്ട്. പിന്നെ ഫ്രോഗ് എന്താണ്? ഹെൽപ്പ് പ്രിവെൻറ്റ് ഡാമേജ് ടു ക്രോപ്സ്. അപ്പോൾ ക്രോപ്സിനൊക്കെ ഡാമേജ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഇൻസെക്ട്സിനൊക്കെ തിന്നുമ്പോൾ ക്രോപ്പൊന്നും ഡാമേജ് ആവില്ല. പിന്നെ ഫ്രോഗ് ആർ ഇമ്പോർട്ടൻറ്റ് ലിങ്ക് ഇൻ ദ ഫുഡ് ചെയിൻ. ഒരു ഫുഡ് ചെയിനിൽ ഇപ്പം പാമ്പ് തവളനെ തിന്നും, പിന്നെ ഈഗിള് പാമ്പിനെ തിന്നും. അങ്ങനെ ഒരു ഫുഡ് ചെയിനിൻ്റെ ഒരു ഭാഗമാണ് ഈ ഫ്രോഗ്. എല്ലാം ഒരു ഫുഡ് ചെയിൻ്റെ ഭാഗമാണ്, എന്നാലും ഫ്രോഗിനെ പ്രത്യേകം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ വാട്ടർ സ്നേക്സ് ആർ കോൾഡ് ഫാമേഴ്സ് ഫ്രണ്ട്സ്. അതായത് ഫാമേഴ്സിൻ്റെ ഫ്രണ്ട്സാണ് സ്നേക്ക് എന്ന് പറയാറുണ്ട്. കാരണം അതേ കിൽ ആൻഡ് ഫീഡ് ഓൺ ആനിമൽസ് ലൈക്ക് റാറ്റ്, പ്രൊട്ടക്റ്റിംഗ് ദ ക്രോപ്സ് ഫ്രം ബീങ് ഡിസ്ട്രോയിഡ്. അപ്പോൾ എലികളൊക്കെ ഈ ക്രോപ്സ് ഡിസ്ട്രോയ് ചെയ്യുന്നതിന് നിന്ന് ഈ പാമ്പ് അതിനെ കഴിക്കും. അപ്പം അതിന് എലിയും പാമ്പും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിപ്പെൻഡൻ്റ് ആണ്. എലി ക്രോപ്സിൽ ഡിപ്പെൻഡൻ്റ് ആണ്. ഓക്കെ. പിന്നെ സൺലൈറ്റ് പ്ലേസ് an important role in the ecosystem. It is the primary source of energy which is utilized by plants to produce food and is required for productivity and energy flow in the ecosystem. അപ്പം നമ്മുടെ എക്കോസിസ്റ്റത്തിന് സൺലൈറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഫോട്ടോസിന്തസിസ് നടക്കാൻ, ചെടികൾക്ക് ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ, അങ്ങനെ പിന്നെന്താണ് വെള്ളം നീരാവിയായി പോയിട്ട് പിന്നെ മഴയായിട്ട് വരാൻ, അങ്ങനെ പല കാര്യത്തിനും സൺലൈറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അവിടെ അടുത്ത് കൊടുത്തിരിക്കുന്ന ടോർട്ടോയ്സിനെ കൊടുത്തിട്ടുണ്ട്. ടോർട്ടോയ്സ് ആർ ഫ്രഷ് വാട്ടർ ടേർട്ടിൽസ്, ഇമ്പോർട്ടൻറ്റ് seed and disperser of many plants, trees and fungi. അപ്പം ഈ ടോർട്ടോയ്സ് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ചെടികൾ കഴിക്കും, എന്നിട്ട് അതിൻ്റെ വിത്തൊക്കെ അതിൻ്റെ കാഷ്ടത്തിലൂടെ വേറെ സ്ഥലത്ത് പോയിട്ട് വീഴും. അപ്പോൾ അവിടെ ആ ചെടികൾ അവിടെയും മുളയ്ക്കും. അപ്പം ഒരു പോളിനേഷൻ പോലെ അത് സംഭവിക്കുന്നുണ്ട്. പിന്നെന്താണ് പറയുന്നത്? സ്നാപ്പിംഗ് ആൻഡ് സോഫ്റ്റ് ഷെൽ ടേർട്ടിൽസ് ആർ ഇമ്പോർട്ടൻറ്റ് സ്കാവഞ്ചേഴ്സ് ദാറ്റ് ഹെൽപ്പ് മെയിൻറ്റെയിൻ സർട്ടൻ അക്വാറ്റിക് എക്കോസിസ്റ്റം. ഇപ്പോൾ ഈ ചില ഒരു പ്രത്യേക തരം ടേർട്ടിൽസ് ഉണ്ട്, സോഫ്റ്റ് ഷെൽ ടേർട്ടിൽസ് എന്നാണ് പറയുക. അത് ഈ സ്കാവഞ്ചേഴ്സ് ആണ്. സ്കാവഞ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ചത്തതിനെ തിന്ന്. ഇപ്പം ഒരു മീനോ അല്ല എന്തെങ്കിലും പാമ്പ് തവളയൊക്കെ വെള്ളത്തിൽ ചത്താൽ ആ ചത്തതിനെ ഈ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ടോർട്ടോയ്സ് ടേർട്ടിലുണ്ട്, അത് കഴിക്കും. അപ്പം അത് അധികം വെള്ളത്തിൽ കിടന്ന് ചീഞ്ഞ് നശിക്കില്ല, ഇത് ഭക്ഷണമായിട്ട് ഇതിനെ കഴിക്കും. അപ്പോൾ അത് അവിടെ ഒരു ക്ലീനിങ് നടക്കുകയാണ്. പിന്നെന്താണ് ഇവിടെ സോയിൽ പറയുന്നത്? സോയിൽ ഈസ് എ വൈറ്റൽ പാർട്ട് ഓഫ് എക്കോസിസ്റ്റം, പ്രൊവൈഡിങ് എ വെറൈറ്റി ഓഫ് സർവീസസ് ദാറ്റ് സപ്പോർട്ട് പ്ലാന്റ് ആൻഡ് ലൈഫ്, ആനിമൽ ലൈഫ്, ഫിൽറ്റർ വാട്ടർ ആൻഡ് ഹെൽപ്പ് പ്രിവെൻറ്റ് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്. അപ്പം മണ്ണിനെ കൊണ്ടാണ് കാര്യങ്ങൾ ഇവിടെ പറയുന്നത്. മണ്ണിലാണ് ഒരുവിധ എല്ലാ ജീവജാലങ്ങളും ജീവിക്കുന്നത്. പിന്നെ ചെടി, ആനിമൽസ്, പിന്നെ വെള്ളം ഫിൽട്ടർ ചെയ്യാം, നല്ല ഫിൽറ്ററാവും വെള്ളത്തിൽ കൂടെ മണ്ണിലൂടെ കടന്നു പോകുമ്പോൾ. പിന്നെ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്, അതായത് മണ്ണ് വെള്ളം പിടിച്ചു നിർത്തും, അപ്പം വെള്ളത്തിൻ്റെ പുഴേൻ്റെ ഒഴുക്കുകളൊക്കെ തടയും. അപ്പോൾ അങ്ങനെ ഒരു നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ഒക്കെ ഇല്ലാതാവും. പിന്നെ വൈൻസ് എന്ന് പറയുന്നത്, വൈൻസ് എന്താണ്? വള്ളികൾ. അത് ഡിപ്പെൻഡ് ഓൺ ട്രീസ് ആൻഡ് ഷബ്സ് ടു ഗ്രോ ആൻഡ് പ്രൊവൈഡ്സ് ഫുഡ് ഫോർ സർട്ടൻ ഓർഗാനിസംസ്. ഈ വള്ളിച്ചെടികൾ മറ്റുള്ള ചെടികളുടെ മേലെ, മരത്തിൻ്റെ മേലെയൊക്കെ വളരും. പിന്നെ അതിൻ്റെ ഇലകളും കായകളൊക്കെ മറ്റുള്ള ഓർഗാനിസത്തിന് ഫുഡായിട്ട് മാറും. അപ്പോൾ ഇങ്ങനെയാണ് ആ ഒരു റിലേഷൻഷിപ്പ്, ഡിപ്പെൻഡൻസ്, ഇൻ്റർഡിപ്പെൻഡൻസ് എന്ന് പറയും. ഇൻ്റർഡിപ്പെൻഡൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തമ്മിൽ അങ്ങോട്ട് ഡിപ്പെൻഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത്. ഓക്കെ. ഇതിലിപ്പം അവിടെ താഴെ പറയുന്നുണ്ട്, എക്സാമിൻ ദ ടേബിൾ ആൻഡ് റെക്കോർഡ് ദ ജനറൽ ഫാക്ട്സ് യു ഹാവ് ഫൗണ്ട് ഔട്ട്. അപ്പോൾ ഇതിലുള്ളൊരു ജനറൽ ഫാക്റ്റ് എന്താണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയത്.
ബയോട്ടിക് ആയിട്ടുള്ള കാര്യം ഒന്നൊക്കെ വേറെ ബയോട്ടിക് അതിന് ഡിപ്പെൻഡൻ്റ് ആണ്, അല്ലെങ്കിൽ എബയോട്ടിക്കിന് ഡിപ്പെൻഡൻ്റ് ആണ്. അപ്പോൾ ആ ഒരു റിലേഷൻ നമ്മൾ എല്ലാത്തിലും കാണുന്നുണ്ട്. ഏതൊരു ഓർഗാനിസം എടുത്താലും ആ ഓർഗാനിസം വേറൊരു ബയോട്ടിക്കിനെയോ അല്ലെങ്കിൽ ഒരു എബയോട്ടിക്കിനെയോ ഡിപ്പെൻഡൻ്റ് ആണ്. അതാണ് ഇവിടെ നമ്മൾ ജനറൽ ഫാക്ടറായിട്ട് കാണുന്നത്. We can see that living and non-living things in an area depend on each other. Living and non-living things, അതായത് എബയോട്ടിക്കും ബയോട്ടിക്കും each other dependent on each other ആണ് പറയുന്നത് ഇവിടെ. An ecosystem includes the mutual dependent biotic and abiotic factors of a particular place. അപ്പോൾ ഒരു എക്കോസിസ്റ്റം എന്ന് പറഞ്ഞാൽ ഈ മ്യൂച്വൽ ഡിപ്പെൻഡൻ്റ് ആണ്. ഓക്കെ, അത് ആ ഒരു പെർട്ടിക്കുലർ പ്ലേസിൽ, ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ ഒരു പോണ്ടാണ്, ഒരു ഫീൽഡാണ്, ഒരു പെർട്ടിക്കുലർ സ്ഥലം, ഒരു ഹാബിറ്റാറ്റ് എന്നാണ് പറയാം. അവിടെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. ഫോറസ്റ്റ് എ വെൽത്ത്, കാട് ഒരു സമ്പത്ത്. അപ്പോൾ കാട് ഒരു സമ്പത്ത് എന്ന് പറയാൻ കാരണം എന്താ? ജീവജാലങ്ങൾക്കെല്ലാം, ഹ്യൂമൻ ബീങ്സിനടക്കം കാട് ഒരു വലിയൊരു സമ്പത്താണ്, വലിയൊരു നല്ല സ്ഥലമാണ് എല്ലാം കൊണ്ടും. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. ഹൗ ബ്യൂട്ടിഫുൾ ഈസ് ദ ഫോറസ്റ്റ്. ഫോറസ്റ്റ് എന്തൊരു ബ്യൂട്ടിഫുൾ ആണെന്ന് പറയുന്നുണ്ട്. വൈ ഈസ് ഇറ്റ് സോ ബ്യൂട്ടിഫുൾ? എന്തുകൊണ്ടാണ് അത്രയും ബ്യൂട്ടിഫുൾ ആണെന്ന് പറയാൻ കാരണം, so many diverse organisms like huge trees, tiny plants, animals, birds, insects and many others live in the forest. അപ്പം വളരെയധികം പലതരം ഓർഗാനിസംസ്, അതായത് വലിയ വലിയ മരങ്ങൾ, ചെറിയ ചെറിയ ചെടികൾ, മൃഗങ്ങൾ, പക്ഷികൾ, പ്രാണികൾ, അങ്ങനെ അനേക തരം ഓർഗാനിസംസ് ഫോറസ്റ്റിൽ ജീവിക്കും. ബട്ടർഫ്ലൈസ് ആൻഡ് സ്ട്രീംസ് പ്രൊവൈഡ് ചാം ടു ദ ഫോറസ്റ്റ്. പൂമ്പാറ്റകളും അരുവികളൊക്കെ കാട്ടിന് നല്ല ഭംഗി കൊടുക്കും. ദ ഫോറസ്റ്റ് ഈസ് ഇൻഡീഡ് എ വേൾഡ് ഓഫ് വണ്ടർ. അപ്പോൾ തീർച്ചയായിട്ടും കാട് ഒരു ഈ വേൾഡിലെ, ഈ ലോകത്തിലെ ഒരു അതിശയമാണ്. ഹൗ ഈസ് ദ ഫോറസ്റ്റ് വിച്ച് ഈസ് റിച്ച് വിത്ത് ലൈഫ് യൂസ്ഫുൾ ടു അസ് ആൻഡ് അതർ ഓർഗാനിസംസ്. അപ്പോൾ എങ്ങനെയാണ് ഈ കാട് നമുക്കും മറ്റുള്ള ജീവജാലങ്ങൾക്കൊക്കെ ഉപകാരമായി തീരുന്നത്? ഡിസ്കസ് വിത്ത് യുവർ ഫ്രണ്ട്സ് ആൻഡ് പ്രിപ്പയർ നോട്ട്സ്. അപ്പോൾ നിങ്ങൾ ഫ്രണ്ട്സായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ഒരു ചെറിയ നോട്ട് ഉണ്ടാക്കാനാണ് പറയുന്നത്. എന്താണ് അവിടെ സംഭവിക്കുന്നത്, അതായത് ഫോറസ്റ്റിനെ കുറിച്ചിട്ട്. സ്ട്രീംസ് ആൻഡ് റിവേഴ്സ് എമേർജ് ഫ്രം ഫോറസ്റ്റ്, അതായത് അരുവികളും നദികളും കാടുകളിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. പിന്നെ ഫോറസ്റ്റ് ഈസ് ദ ഹാബിറ്റാറ്റ് ഓഫ് ഡൈവേഴ്സ് ലിവിങ് തിങ്സ്. അനേക തരം ജീവജാലങ്ങളുടെ ഒരു വാസസ്ഥലമാണ് കാട്. ബാക്കിയുള്ള പോയിന്റ്സ് നമുക്ക് നോക്കാം. ഇവിടെ എന്താ പറയുന്നത്? ഫോറസ്റ്റ് ഫിൽറ്റർ കെമിക്കൽസ് ആൻഡ് പൊല്യൂഷൻ, ഇംപ്രൂവിങ് വാട്ടർ ക്വാളിറ്റി. ഇപ്പോൾ വെള്ളത്തിൻ്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ വെള്ളത്തിൽ കൂടെ ഒഴുകിപ്പോകുന്ന കെമിക്കൽസിനെയും പൊല്യൂഷനൊക്കെ ഇത് ഫിൽറ്റർ ചെയ്യും. സോയിൽ എങ്ങനെ ഫിൽറ്റർ ചെയ്യുന്നത്? അത് കാട് മരങ്ങൾ പിടിച്ചു നിർത്തുന്ന സോയിലാണിത്. ദേ ഓൾസോ പ്രിവെൻറ്റ് സോയിൽ ഇറോഷൻ. അങ്ങനെ മണ്ണ് ഒലിച്ചു പോകുന്നത് തടയും. വെള്ളത്തിൻ്റെ കൂടെ മണ്ണ് ധാരാളം ഒലിച്ചൊക്കെ പോകും, അത് തടയും. ആൻഡ് ഹെൽപ്പ് ദ ഗ്രൗണ്ട് അബ്സോർബ് മോർ വാട്ടർ. അപ്പോൾ ആ ഗ്രൗണ്ട്, ആ നിലം, ഈ വെള്ളം പതുക്കെ ഒലിച്ചു പോകുമ്പോൾ ആ നിലം തന്നെ വെള്ളം കുറേയൊക്കെ അബ്സോർബ് ചെയ്യും. അപ്പോൾ ആ ഏരിയ നല്ലൊരു ഏരിയയായി മാറും. വേഗം ചെടികളൊക്കെ മുളയ്ക്കും, നനവുണ്ടാവും എപ്പോഴും. പിന്നെ അവിടെ എന്താ പറയുന്നത്? ഫോറസ്റ്റ് അബ്സോർബ് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് റിലീസ് ഓക്സിജൻ ത്രൂ ഫോട്ടോസിന്തസിസ്. അപ്പം നമ്മൾ വായു വലിച്ചെടുക്കും ഈ ഇലകൾ, എന്നിട്ട് ഫോട്ടോസിന്തസിസ് എന്ന പ്രക്രിയയിലൂടെ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന ആവശ്യമായിരിക്കും, അതിനുശേഷം ഓക്സിജൻ റിലീസ് ചെയ്യും പുറത്തേക്ക്. അപ്പം നല്ല ഫ്രഷ് എയർ കിട്ടും അധികം മരങ്ങളുള്ള സ്ഥലത്ത്. ഫോറസ്റ്റ് ആർ ഹോം to the world's land-based species, providing shelter and food for animals and insects. അപ്പോൾ അനേക തരം മൃഗങ്ങൾക്കും പ്രാണികൾക്കും എല്ലാവർക്കും ഫോറസ്റ്റ് ഒരു വീടാണ്, താമസിക്കാനൊരു ഷെൽട്ടറും വീടൊക്കെ ആയിട്ട് മാറും. ഫോറസ്റ്റ് പ്രൊവൈഡ് വുഡ്, റബ്ബർ, ഫ്യൂവൽ, ഹണി ആൻഡ് അതർ റോ മെറ്റീരിയൽസ് ഫോർ പീപ്പിൾ. അപ്പം ആളുകൾക്ക്, ജനങ്ങൾക്ക് വേണ്ടിയിട്ട് മരം, റബ്ബർ, ഫ്യൂവൽ എന്ന് പറയുമ്പോൾ വിറക്, കത്തിക്കാനുള്ള വിറക്, പിന്നെ തേന്, ഇതൊക്കെ കാട്ടിൽ നിന്ന് കിട്ടും. പിന്നെ ദേ ഓൾസോ പ്രൊവൈഡ് ലൈവ്ഹുഡ്സ് ഫോർ മില്യൺസ് ഓഫ് പീപ്പിൾ ഹു കളക്ട് ഫോറസ്റ്റ് റിസോഴ്സസ്. ഫോറസ്റ്റ് റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ ഫോറസ്റ്റിന് കിട്ടുന്ന ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ. അപ്പോൾ അത് വിറ്റിട്ട് ജനങ്ങൾ എത്രയോ ജീവിക്കുന്നുണ്ട്. പിന്നെന്താ പറയുന്നത്? ഫോറസ്റ്റ് ബഫർ ദ എഫക്ട്സ് ഓഫ് നാച്ചുറൽ ഡിസാസ്റ്റർ ലൈക്ക് ഫ്ലഡ്സ് ആൻഡ് റെയിൻഫോൾ. ബഫേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു തടസ്സം വെക്കും. എന്തിന്? ഒരു അളവ് വരെ വെള്ളപ്പൊക്കത്തിന്, ഫ്ലഡ്സിന്. പിന്നെ മഴ നല്ലോണം കിട്ടും. ആ ഭാഗത്ത് കാട്ടിലാണ് നല്ല മഴ ഉണ്ടാവുക. എവിടെ? നാട്ടിനെ കാട്ടിൽ. കാരണം കാട്ടിൽ ഇഷ്ടംപോലെ മരങ്ങളുണ്ട്, അതുകൊണ്ട്. പിന്നെ ഫോറസ്റ്റ് പ്രൊവൈഡ് ഫുഡ്
ഫ്രൂട്ട്സ് ആൻഡ് മെഡിസിനൽ പ്ലാന്റ്സ്, അതായത് ഭക്ഷണം, അനേകതരം ഭക്ഷണം കിട്ടും. പിന്നെ പഴങ്ങൾ കിട്ടും. പിന്നെ അവിടെ എന്താ, മെഡിസിനൽ പ്ലാന്റ്സ്, അതായത് മരുന്ന് ഉണ്ടാക്കാൻ പറ്റിയ ചെടികളൊക്കെ കാട്ടിൽ നിന്ന് കിട്ടും. അപ്പം ഇങ്ങനെ വളരെ അധികം രീതിയിൽ കാട് ഹ്യൂമൻസിന് പിന്നെ എൻവയൺമെൻറ്റിനും പരിസരത്തിനൊക്കെ നല്ലതാണ്. It is very important to preserve the forest, an ecosystem with diversity for sustaining life on earth. ഇവിടെ എന്താ പറയുന്നത്, കാടിനെ നമ്മൾ പ്രിസർവ് ചെയ്യണം, നമ്മൾ സംരക്ഷിക്കണം. അത് വളരെ പ്രധാനമാണ്. എന്താണ് കാരണം? എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ സസ്റ്റൈനിങ് ലൈഫ് ഓൺ എർത്ത്. ഈ ഭൂമിയിൽ ജീവൻ നിലനിൽക്കണമെങ്കിൽ കാട് വളരെയധികം സഹായിക്കും. കാട് അത്യാവശ്യമാണെന്നാണ് പറയുന്നത്. ഓക്കെ, ഹാവ് യു നോട്ടീസ് ദ ഡിഫറെൻറ്റ് എക്കോസിസ്റ്റംസ് ഇൻ യുവർ ലൊക്കാലിറ്റി? നിങ്ങളുടെ ലൊക്കാലിറ്റിയിലുള്ള പലതരം എക്കോസിസ്റ്റംസ് നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. എന്നിട്ട് ഒരു ലിസ്റ്റ് ഉണ്ടാക്കാൻ പറയുന്നുണ്ട്. അതിലവിടെ 3 കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഹിൽസ്, കുന്നുകൾ; ബുഷ്, കുറ്റിച്ചെടികൾ; സീക്രട്ട് ഗ്രൂവ്സ്, അതായത് കാവുകൾ എന്നവിടെ എഴുതിയിട്ടുണ്ട്. എന്താ കാവുകൾ എന്ന് കാണിച്ചാൽ വിശുദ്ധമായ കാട് എന്നാണ് പറയുന്നത്. അതായത് നമ്മളെ കാവുണ്ടല്ലോ, അമ്പലം കാവിനൊക്കെ അടുത്തായിട്ട് ചെറിയ കാടുകളുണ്ടാവും. അവിടെ മാത്രം ചെറിയൊരു ഏരിയയിൽ ഭയങ്കര കാടുണ്ടാവും. അത് ഈ കാവിനോട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ അങ്ങനത്തെ അതൊക്കെ സംരക്ഷിക്കണം. അതൊക്കെ ഹാബിറ്റാറ്റാണ്, അതൊക്കെ ഒരു എക്കോസിസ്റ്റമാണ്. അതിലും കുറേ പക്ഷികളും മൃഗങ്ങളും ഒക്കെ ജീവിക്കും. പിന്നെ ഞാൻ അതിൻ്റെ കൂടെ ഒരു 3 കാര്യം കൂടെ ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. മാൻഗ്രോവ്സ് എന്ന് പറഞ്ഞാൽ കണ്ടൽ കാടുകൾ. അതിൻ്റെ സ്പെല്ലിംഗ് MANGROVES, മാൻഗ്രോവ്സ്, കണ്ടൽ കാടുകൾ. ഫാം ലാൻഡ്സ്, കൃഷിഭൂമി. പിന്നെ പോൺസ്, കുളങ്ങൾ. അപ്പോൾ ഇങ്ങനെ ഉള്ള എക്കോസിസ്റ്റം ഒക്കെ നമ്മുടെ ലൊക്കാലിറ്റിയിൽ കാണും. ഇതെല്ലാം ഒരു സ്ഥലത്തില്ലെങ്കിലും ഒരുവിധം എല്ലാ സംഗതികളൊക്കെ ഒരുവിധം സ്ഥലത്തൊക്കെ ഉണ്ടാവും. പിന്നെ അവിടെ പറയുന്നത് സ്റ്റഡി ദ പിക്ചർ കെയർഫുള്ളി. അപ്പോൾ ഈ ഒരു പിക്ചർ കെയർഫുള്ളായിട്ട് സ്റ്റഡി ചെയ്യാൻ പറയുന്നുണ്ട്. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഒരു കുന്ന് പിന്നെ വളരെ വിഷമിക്കുന്നതായിട്ട്, മണ്ണിൻ്റെ കൂമ്പാരം വളരെ വിഷമിക്കുന്നതായിട്ട് കാണുന്നത്. കാരണം വെച്ചാൽ അത് മുഴുവനും ഇടിച്ച് നിരത്തി അടുത്തുള്ള വയലിലൊക്കെ കൊണ്ടുപോയിട്ട് അപ്പോൾ അവിടെയുള്ള താമരക്കുളമെല്ലാം അടഞ്ഞുപോയി, വയലെല്ലാം നശിച്ചു പോയി, കിളികൾക്കെല്ലാം കൂടില്ലാതായി, മരങ്ങളൊക്കെ പൊളിഞ്ഞ് വീഴാൻ തുടങ്ങി. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഈ ഒരു പിക്ചറിൽ നമ്മളിവിടെ കാണുന്നത്. മെനി ആക്ടിവിറ്റീസ് ഓഫ് ഹ്യൂമൻ ബീയിങ്സ് ഹാം ദ എക്കോസിസ്റ്റം. നമ്മളെ മനുഷ്യന്മാരുടെ പല കാര്യങ്ങളും ഈ എക്കോസിസ്റ്റത്തിന് വളരെയായിട്ട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. ഡിസ്കസ് ദീസ് ആക്ടിവിറ്റീസ് ആൻഡ് നോട്ട് ദം ഡൗൺ ഇൻ യുവർ എൻവയൺമെൻറ്റൽ ഡയറി. അപ്പോൾ ഈ ആക്ടിവിറ്റീസൊക്കെ ഡിസ്കസ് ചെയ്തിട്ട് എൻവയൺമെൻറ്റൽ ഡയറിയിൽ എഴുതാനാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ഡയറിയിൽ അത് എഴുതുമ്പോൾ ഈ കാര്യങ്ങൾ ചേർക്കണം. ഹ്യൂമൻ ആക്ടിവിറ്റീസ് ദാറ്റ് ഡിസ്ട്രോയ് ദ എൻവയൺമെൻറ്റ്, പേജ് 15 കാര്യമാണ്. ആദ്യം പറയുന്നത് ലോഗിങ് ഓർ കട്ടിങ് ഡൗൺ ട്രീസ്. ലോഗിങ് എന്ന് പറഞ്ഞാൽ വെട്ടി നശിപ്പിക്കുക, മരങ്ങളൊക്കെ വെട്ടി നശിപ്പിക്കുക. അതൊരു പ്രോബ്ലമാണ്. നോയ്സ് മേക്കിംഗ്, ശബ്ദമലിനീകരണം, അതൊരു എക്കോസിസ്റ്റത്തിന് ഒരു ബുദ്ധിമുട്ടുള്ളതാണ്. ക്വാറിങ്, ഈ ക്വാറി എന്ന് പറഞ്ഞാൽ നമ്മളെ ക്വാറികളിൽ കല്ലൊക്കെ വെട്ടിയെടുക്കുന്ന ക്വാറികൾ, അത് ഒരു സ്ഥലത്ത് നിന്ന് ഒരളവിൽ കൂടുതൽ എടുത്ത് മാറ്റിയാൽ അതും പ്രയാസമാണ്. സാൻഡ് വിന്നിങ് എന്നാൽ മണലെടുക്കുക, അതും അങ്ങനെ തന്നെയാണ്. മണൽ ഒരു അളവിൽ കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ അവിടെയും ബുദ്ധിമുട്ടാവും. ഓപ്പൺ ഡിഫിക്കേഷൻ, എസ്പെഷ്യലി ഇൻ വാട്ടർ ബോഡീസ്. ഈ ഓപ്പൺ ഡിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മലമൂത്ര വിസർജനം ഓപ്പണായിട്ട് നടത്തുക, അല്ലെങ്കിൽ വെള്ളത്തിലേക്ക്, അരുവികളിലേക്ക്, റിവറിൽ, തോടുകളിലേക്കൊക്കെ ഈ മലമൂത്ര വിസർജനം നടത്തിയാൽ അത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കും പരിസരത്തിന്. ഓക്കെ, അപ്പോൾ അത് ചെയ്യാൻ പാടില്ല. ബേണിംഗ് ഓഫ് ഫോസിൽ ഫ്യൂവൽ ആൻഡ് ടോക്സിക് ആസിഡ്സ്, അതായത് പെട്രോൾ ഒക്കെ ഒഴിച്ചിട്ട് ടയറെല്ലാം കത്തിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കത്തിക്കുമ്പോൾ ഭയങ്കരമായിട്ട് ടോക്സിക് ഗ്യാസസ് വരും, പോയ്സണസ് ഗ്യാസസ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ എൻവയൺമെൻറ്റിന് പ്രശ്നമാണ്. അപ്പോൾ ഇങ്ങനെ ഹ്യൂമൻസ് ചെയ്യുന്ന പല കാര്യം കൊണ്ട് എൻവയൺമെൻറ്റിന് വളരെയധികം ബുദ്ധിമുട്ട് വരുന്നുണ്ട്. അതാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ അവിടെ പറയുന്നത് ആർ ദീസ് ആക്ടിവിറ്റീസ് ഹാംഫുൾ ടു മാൻ ഇൻ ടേൺ. അപ്പോൾ ഇത് തിരിച്ച്
മനുഷ്യന് പ്രയാസം ഉണ്ടാക്കുമോ എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പം ഈ കാര്യങ്ങളൊക്കെ മനുഷ്യന് പ്രയാസമാവും. കാരണം മരം വെട്ടുക, കത്തിക്കുക, കാർബൺ ഡൈ ഓക്സൈഡ് അധികം, ഇപ്പം വാഹനങ്ങളൊക്കെ അധികം ഉപയോഗിക്കുമ്പോൾ അതെല്ലാം പ്രശ്നങ്ങളാണ്. ഈ പറഞ്ഞ കാര്യമൊക്കെ മനുഷ്യന് തിരിച്ചു ബുദ്ധിമുട്ടുണ്ടാക്കും. ഈ ഒച്ച, ഭയങ്കര നോയ്സ് മേക്കിങ്, അത് മനുഷ്യന് പ്രശ്നമാണ്. സാൻഡ് വിന്നിങ്, മണൽ കൂടുതലെടുത്താൽ മനുഷ്യന് പ്രശ്നമാണ്. മരങ്ങൾ കൂടുതൽ വെട്ടിക്കളഞ്ഞാൽ മനുഷ്യന് പ്രശ്നമാണ്. അപ്പോൾ ഈ മനുഷ്യൻ ചെയ്യുന്ന കാര്യം എൻവയൺമെന്റിന് മാത്രമല്ല, അത് തിരിച്ചു മനുഷ്യനും പ്രയാസം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അവിടെ ചോദിച്ചില്ലേ, ആർ ദീസ് ആക്ടിവിറ്റീസ് ഹാർംഫുൾ ടു മാൻ ഇൻ ടേൺ? യെസ്. ഇഫ് സോ ഹൗ? ആ ഹൗ എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. പിന്നെ ലുക്ക് അറ്റ് സാനിമോൾ ആൻഡ് ഹെർ ഫ്രണ്ട്സ്, ഡിസ്കസ് വാട്ട് ദേ ആർ ഡൂയിങ്. വിൽ ദീസ് ആക്ടിവിറ്റീസ് ഹെൽപ്പ് ടു പ്രൊട്ടക്ട് അവർ എൻവയൺമെന്റ്? ഇപ്പോൾ സാനിമോളും ഫ്രണ്ട്സും എന്താ ചെയ്യുന്നത് നമുക്ക് നോക്കാം. അവർ ചെയ്യുന്ന കാര്യം, ഇവർ ഈ ചെടികളൊക്കെ ഇവിടെ കുഴിച്ചിടുന്നുണ്ടല്ലോ, ഈ കാര്യമൊക്കെ എൻവയൺമെന്റിനെ എങ്ങനെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. ഇപ്പോൾ ഇവരിവിടെ എന്താ ചെയ്യുന്നത്? റോഡ് സൈഡിൽ ചെടി കുഴിച്ചിടുകയാണ്. ഈ റോഡ് സൈഡിൽ ചെടി കുഴിച്ചിടുന്നത് നല്ലതാണല്ലോ. അത് വലുതായ, വലിയ മരമായ, യാത്ര പോകുന്നവർക്ക് തണലാവും, കുറേ പക്ഷികൾക്ക് വീടാവും, നല്ല ബലപുഷ്ടിയുള്ള മണ്ണ് അവിടെ തന്നെ പിടിച്ചു നിൽക്കും, മണ്ണ് ഒലിച്ചു പോവില്ല. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഇത് കൊണ്ട് ഗുണമുണ്ട്. What other activities can we do in order to protect and preserve the environment? Note them down in your environmental diary. അപ്പോൾ ഞാനിവിടെ കുറച്ച് പോയിന്റ്സ് എഴുതിയിട്ടുണ്ട്, നമുക്ക് നോക്കാം. Cut down on what you throw away. നമ്മൾ വലിച്ചെറിയുന്ന കാര്യങ്ങളൊക്കെ നിർത്തുക. Buy products with minimal plastic packaging. പ്ലാസ്റ്റിക് വളരെ കുറവുള്ള കാര്യങ്ങളിൽ നിന്ന് നമ്മൾ വാങ്ങുക. Turn off lights when it's bright and use energy efficient appliances and light tube lights etc. അപ്പോൾ നമ്മൾ വീട്ടിൽ നല്ല വെളിച്ചമുള്ള സമയത്തൊന്നും ലൈറ്റ് ഉപയോഗിക്കരുത്. പിന്നെ ഉപയോഗിക്കുന്ന ലൈറ്റൊക്കെ കുറച്ച് കറണ്ട് എടുക്കുന്ന ലൈറ്റുകൾ ഉപയോഗിക്കുക, LED പോലത്തെ കാര്യങ്ങൾ. റീസൈക്കിൾ പ്രോപ്പർലി ആൻഡ് ടേൺ ഫുഡ് സ്ക്രാപ്പ് ഇൻ ടു കമ്പോസ്റ്റ്. നമ്മൾ ഫുഡ് വേസ്റ്റ് ഒക്കെ കമ്പോസ്റ്റ് വളമാക്കി മാറ്റുക. യൂസ് പബ്ലിക് ട്രാൻസ്പോർട്ട് ഓർ വാക്ക് വെൻ പോസിബിൾ. നമ്മൾ കഴിയുന്നതും പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ നടക്കുക. ടു മച്ച് വെഹിക്കിൾ കോൺട്രിബ്യൂട്ട് ടു എയർ പൊല്യൂഷൻ വിച്ച് ക്യാൻ കോസ് റെസ്പിറേറ്ററി ഇഷ്യൂസ്. വാഹനങ്ങൾ കൂടുമ്പോൾ അതിൽ നിന്ന് വരുന്ന പുക മുഖാന്തരം നമ്മളെ ശ്വാസകോശത്തിനൊക്കെ പ്രയാസങ്ങളും അസുഖങ്ങളൊക്കെ വരും. വോളണ്ടിയർ ഫോർ ക്ലീനപ്സ്, ഡൊണേറ്റ് ടു കൺസർവേഷൻ ഗ്രൂപ്പ്സ് ഓർ സ്റ്റാർട്ട് യുവർ ഓൺ ഇനീഷ്യേറ്റീവ്. യു ക്യാൻ ഓൾസോ എഡ്യൂക്കേറ്റ് അതേഴ്സ് അബൌട്ട് ദ എൻവയൺമെൻറ്റ്. നമ്മൾ വോളണ്ടിയറായിട്ട് ക്ലീനിങ്ങിന് ഒരുങ്ങി ഇറങ്ങുക. പിന്നെ ഇങ്ങനത്തെ ഗ്രൂപ്പുകൾ ഉണ്ടാവും, അവർക്ക് ഡൊണേഷൻ കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്കൊന്ന് സ്വന്തമായിട്ടൊരു ഗ്രൂപ്പ്, ക്ലീനിങ് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ മറ്റുള്ളവരെ എഡ്യൂക്കേറ്റ് ചെയ്യാം, പറഞ്ഞ് മനസ്സിലാക്കാം ഇതിനെ പറ്റിയിട്ടൊക്കെ. പിന്നെന്താ ചെയ്യാൻ പറ്റും? ചെടികളും മരങ്ങളൊക്കെ നടുക. പ്ലാന്റ് ട്രീസ് ആൻഡ് ടേക്ക് കെയർ ഓഫ് ദം. വളരെയധികം മരങ്ങളൊക്കെ നട്ട് അതിനെ സംരക്ഷിച്ച് ഒക്കെ പരിപാലിച്ച് കൊണ്ട് നടക്കുക. We saw that both living and non-living things depend on each other in an ecosystem. ഒരു എക്കോസിസ്റ്റത്തിൽ ലിവിങ്ങും നോൺ ലിവിങ്ങും അങ്ങോട്ടും ഇങ്ങോട്ടും ഡിപ്പെൻഡഡ് ആണെന്ന് നമുക്ക് മനസ്സിലായി. ഹ്യൂമൻ ബീയിങ്സ് ആൻഡ് അതർ ലിവിങ് തിങ്സ് ക്യാൻ സർവൈവ് ഓൺലി ഇഫ് ദ എക്കോസിസ്റ്റം ഈസ് സസ്റ്റെയിൻഡ്. അപ്പോൾ ഈ എക്കോസിസ്റ്റം കറക്റ്റ് ആണെങ്കിൽ മാത്രമേ ഹ്യൂമൻ ബീയിങ്സിനും മറ്റുള്ള ജീവജാലങ്ങൾക്കും നിലനിൽക്കാൻ പറ്റുള്ളൂ, ജീവിക്കാൻ പറ്റുള്ളൂ. ലെറ്റ് us engage in activities that protect our ecosystem. അപ്പോൾ നമ്മളെ എക്കോസിസ്റ്റത്തിനെ അതിനെ നല്ല രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് കൊണ്ടുപോകാനുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ ഉൾക്കൊണ്ട് പണിയെടുത്ത് കാര്യങ്ങളൊക്കെ ചെയ്ത് അതിന് വേണ്ടുന്ന എല്ലാ വിധത്തിലും സഹായങ്ങൾ കൊടുത്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എന്താ ഗുണം? നമ്മളെ വരും തലമുറയ്ക്ക് നല്ല രീതിയിൽ ജീവിക്കാനും നല്ല ആരോഗ്യമുള്ള ജീവിതം അവർക്ക് കിട്ടും, നല്ല ഫ്രഷ് എയർ അവർക്ക് കിട്ടും, എല്ലാം കൊണ്ടും ഗുണമുണ്ടാവും. Okay students, thanks for watching. Subscribe, like and share. Thank you very much.